കോഴിക്കോട്ടേക്ക് പോകാം. കോഴിക്കോട് അതിരൂപതയായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. അതിരൂപത ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ ഇപ്പോൾ സംസാരിക്കുന്നതിലേക്ക്. നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ദൈവം നമുക്ക് സമ്മാനങ്ങളായിട്ട് വരുന്നു, നമ്മളെ സന്തോഷിപ്പിക്കുന്നു, ആനന്ദിപ്പിക്കുന്നു. ഈ വാർത്ത ഞാൻ അറിയുന്നത് ചിക്കാഗോയിൽ വെച്ചിട്ടാണ്. അമേരിക്കയിലെ ചിക്കാഗോയിൽ ധ്യാനം കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ രാവിലെ ഒരു ദിവസം രാവിലെ ഡൽഹിയിൽ നിന്നും എനിക്ക് വിളി വന്നു. അപ്പോഴാണ് ഈ വിവരം എന്നെ അറിയിച്ചത്. അത് ഇന്നല്ലാതെ ആരോടും പങ്കുവയ്ക്കരുതെന്ന് പ്രത്യേകമായി അദ്ദേഹം നിഷ്കർഷിക്കുകയുണ്ടായി. അതുകൊണ്ടാണ് ഇത്. പലരും എന്നോട് വിളിച്ച് ചോദിച്ചു, എന്താണെന്ന് പറയാമോ? പത്രക്കാർ ചിലർ ചോദിച്ചു, ടെലിവിഷൻകാർ ചിലർ ചോദിച്ചു, എന്തെങ്കിലും ഒരു ക്ലൂ തരാമോ എന്ന്. ഞാനങ്ങനെ ക്ലൂ ഒന്നും കൊടുക്കാൻ പോയില്ല. ഞാൻ പറഞ്ഞത് പറയാൻ പാടില്ലാത്ത കാര്യമാണ്. ഇന്ന് 3:30 അത് ഡിക്ലെയർ ചെയ്യും, പ്രഖ്യാപിക്കുമെന്ന്. അങ്ങനെയാണ് ഇന്ന് ഇത് പ്രഖ്യാപനം നടത്തിയത്. വാസ്തവത്തിൽ ഞാൻ അമേരിക്കയിൽ നിന്ന് വരേണ്ടത് ഇന്നായിരുന്നു. പക്ഷേ ഈ പ്രഖ്യാപനം ഇന്ന് നടത്താനുള്ളത് കൊണ്ട് ഞാൻ നേരത്തെ തന്നെ ഇവിടേക്ക് പോരുകയായിരുന്നു. ഞാൻ ആദ്യമായി ദൈവത്തിന് നന്ദി പറയുന്നു. കോഴിക്കോട് രൂപതയെ അതിരൂപതയായി ഉയർത്തിയതിൽ, കോഴിക്കോട് രൂപതാ മെത്രാനെ ആർച്ച് ബിഷപ്പായിട്ട് ഉയർത്തിയതിൽ ദൈവത്തിന് നന്ദി പറയുകയാണ്. അതോടൊപ്പം നന്ദി പറയാൻ പലരുമുണ്ട്. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ, അദ്ദേഹം രോഗിയാണ് എങ്കിലും ഈ ഡോക്യുമെന്റ്സ് ഒക്കെ അദ്ദേഹം ഒപ്പിട്ട് കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ ഡൽഹിയിലുള്ള അപ്പസ്തോലിക് നുൻസിയോ, അദ്ദേഹത്തിന്റെ പേര് ലെയോപോൾഡ് ജിറെല്ലി എന്നാണ്. അദ്ദേഹം വളരെ സ്നേഹത്തോടുകൂടി ഈ ഒരു കാര്യം കോഴിക്കോട് അതിരൂപതയുടെ പ്രഥമ ആർച്ച് ബിഷപ്പായി പ്രഖ്യാപിക്കപ്പെട്ട വർഗീസ് ചക്കാലക്കലിന്റെ പ്രതികരണം നമ്മൾ കേൾക്കുകയായിരുന്നു. മാധ്യമങ്ങൾ ചോദിച്ചിരുന്നു, പക്ഷേ ഞാൻ പറഞ്ഞില്ല. കൃത്യമായ സമയത്ത് മാത്രമേ ആ പ്രഖ്യാപനം അറിയിക്കൂ എന്ന് കൂടിയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്.